ഹായ് 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 ചെങ്ങന്മാരെല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആഹാ. അപ്പോൾ ഇന്നെന്താ പരിപാടി? ഇന്നെന്താ തെണ്ടി കിടക്കുക. തെണ്ടി നടക്കുക. ഓ ഗായ്സ്, ഞങ്ങൾ ഇവിടെ നല്ല വെയിൽ. ഇന്നലെ നമ്മൾ ആ ചൂണ്ടലിട്ട് പോന്നിട്ട് പെരുമഴ. ഇന്നാണെങ്കിൽ ഇവിടെ പെരും വെയിൽ. ആദ്യം നമുക്ക് വേറൊരു പണി അമ്മ പറഞ്ഞിന്, പയറ് പറിച്ചാൻ. ഈ തോട്ടത്തിലത്തെ പയറ് പറിച്ചാ ഈ പയറൊക്കെ ഉണങ്ങി കഴിഞ്ഞാൽ ഇത് പറിക്കാം. ഇത് രണ്ടെണ്ണം നല്ല പയറാണ്, നല്ല മൂത്ത പയറാണ്. ഓവർ മൂത്ത് പിരിച്ച് പയർ പിരിച്ച് അങ്ങനെയാണ് പയർ പറിക്കുക. യെസ്, പിരിച്ച് പറയും. അതിൻ്റെ അപ്പുറത്തത് ആയില്ലല്ലേ, അതായില്ല. പിന്നെ വെണ്ടയുണ്ട്, വെണ്ട ആയില്ല. ആ വിത്ത മൂത്ത പയറുണ്ട്. ഇതാണ് ഇത് പറിക്കേണ്ടത്. ഇത് പറിക്കണ്ട, കാരണം എന്താ വെച്ചാൽ ഇത് വിത്തിന് വേണ്ടിയിട്ടാവാം. അതൊക്കെ പറിച്ചടാ, അത് ഉണങ്ങിയതില്ലേ. ഇപ്പോൾ വള്ളിയുടെ അറ്റക്കും ഇതാ, ഇതിൻ്റെ ഇടയിൽ ഇതാ പയറുണ്ട് കേട്ടോ അത്യാവശ്യം. ഓ ഇതെടുത്തോ. ഇന്ന് പയറുപ്പേരി അല്ലേ. പിന്നെ അതിൻ്റെ മേലെ കടാളുള്ളത്. ഓ കോണി കൊണ്ടിരണല്ലേ. എന്നാ കോണി കയറോ? ഞാൻ കയറേ? കേറിക്കോന്നോ? എന്നാ കൊണ്ട് വീട്, ഇന്നത്തെ വീട് നീ കയറ്, ഞാൻ കാണട്ടെ. നനഞ്ഞിരിക്കണത് കേട്ടോ, അത് നനവില്ലാണ്. ഒരു കോളേജിന്റെ മതിലാണ്. മതിലിന് ചാരിയിട്ട് നമ്മുടെ കൃഷിയുള്ളത് റോഡാണ്. അപ്പം ഇതിന് വല്ലാതെ വാഹനങ്ങളൊന്നുമില്ല. നമ്മൾ ഇവിടേക്ക് വരുന്ന കുറച്ച് വീടുകൾക്കുള്ള വാഹനങ്ങളുള്ളൂ. നമ്മുടെ അക്കന്മാരനാണ് ഫുള്ള്. പോയിടത്തൊക്കെ ഉണ്ട് കൃഷികളൊക്കെ. എത്ര ഇതില്ല, ഈ പയറല്ല, പക്ഷെ ഇതിന്റെ വിത്ത് പോലെ എടുക്കുള്ളൂ. മറ്റേ മമ്പയറല്ലേ ഫുള്ള് കുറച്ചില്ല. അപ്പം മൂത്തതൊക്കെ നോട്ടെ, രണ്ടും പാടെ ഒരു 300 ഗ്രാം ഉണ്ടോ? ഒരു 1/4 കിലോ ഉണ്ടല്ലേ? 250. പൗ കിലോ ഇന്ത്യയിൽ കടയിൽ നിന്ന് ഓടിക്കുമ്പോൾ പൈസ കൊടുക്കണം. പിന്നെ കയ്പങ്ങണ്ട്. കയ്പങ്ങ നോക്കാം. വെണ്ടക്ക. ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടോ അറിയോ? പയറുണ്ട്, പൂളയുണ്ട്, പിന്നെ കയ്പങ്ങയുണ്ട്, വെണ്ടയുണ്ട്. നാല് ഐറ്റം കൃഷി ചെയ്തിട്ടുണ്ട് അമ്മ. ഇത് നിസ്സാര ഗ്യാപ്പിൽ എത്ര വട്ടം പയർ പറിച്ച്. ഇന്ത്യക്കാർ വന്നുകൊണ്ടാണ്, സെൻട്രലിൽ വന്നുകൊണ്ടാണ് ഒരു ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും കൃഷി വകുപ്പിലെത്തിയത്. അതെന്താ? ചാക്ക ഒരു സൈഡ് പൊട്ടിക്കില്ല, ഒരു നടുക്ക് മുറിച്ചല്ലേ. പകുതി ആകുമ്പോല്ലേ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ അടുത്തുള്ള സംഭവം ഞാൻ കുഴിച്ചിട്ടാണ്. അങ്ങാടിയിൽ നിന്ന് ഞാൻ സീതപ്പഴം വാങ്ങിയപ്പോൾ കുഴിച്ചിട്ടത്. ഇഷ്ടം പോലെ സീതപ്പഴമാണ്, ധാരാളം സീതപ്പഴമുണ്ട്. കുറേയൊക്കെ ഉണങ്ങി അല്ലേ. പിന്നെ നമ്മളുടെ വീട് മൊത്തം നിൽക്കുന്നത് ഒരു 2.5 സെൻറ്റിലാണ്. ഈ 2.5 സെൻറ്റിൽ ഇതിൽ നമുക്കൊരു തെങ്ങുണ്ട്, സീതപ്പഴമുണ്ട്, പിന്നെ അവിടെ ചക്കപ്പഴമുണ്ട്, ചേനയുണ്ട്. ഇതിങ്ങനെ ഒരു പുളിയലിൻ്റെ ചെമ്പരത്തിയാണിത്. പുളിയില, ഈ ഇലക്കൊരു വെണ്ട, നമ്മളാദ്യം അങ്ങനത്തെ ടൈപ്പ് ഇലയാണിതേ, ഒരു പുളിയിലല്ല. അപ്പോൾ അങ്ങനെ. പിന്നെ ഓണപ്പൂ, ഇതിലൊക്കെ ഫുള്ള് ഓണപ്പൂ വിരിഞ്ഞ് കിടക്കുവാണ്. ഓണമൊക്കെ ആകാനായില്ലേ, അപ്പോഴേക്ക് പൂവൊക്കെ വിരിഞ്ഞ് കിടക്കുവാണ്. എന്നാൽ പിന്നെ പോലെ നമുക്ക് കരുവാരകുണ്ട് ഭാഗത്ത് പോയാലോ? കരുവാരകുണ്ട് ഭാഗം ഇപ്പോൾ കുറേ ആയാലും പോയിട്ട്. പിന്നെ അവിടെയൊക്കെ വെള്ളം കയറി എന്നുള്ള ഒരു വിഷയമൊക്കെ വന്നു. ഇപ്പോൾ പക്ഷേ ഈ വെയിൽ കണ്ടിട്ടാണ് പോണേ. മലക്കൊക്കെ മഴ പെയ്താൽ പണി കിട്ടും. അതിൽ പോയാൽ കേരളാംകുണ്ട് വാട്ടർഫാൾസ് ഉണ്ട്. അവിടെ പോകുമ്പോഴൊക്കെ ചെറിയ അരുവികളുണ്ട്. അപ്പോൾ അല്ലേ നല്ല രസമായിരിക്കും അല്ലേ. എന്നാൽ പയറവിടെ വെച്ചിട്ട് നമ്മുടെ വണ്ടിയിൽ കയറി വണ്ടി എടുക്കാം. നമ്മുടെ വണ്ടി ഇതാ എടുക്കാ. തോർത്തുണ്ടോ? കുളിക്കണ്ടോ? കുളിന്നതിനൊക്കെ തുടങ്ങിയില്ലേ? ഇവിടെ വന്നിട്ട് കുളിച്ചിട്ടില്ലെങ്കിൽ പെരക്കാർ വരെ കയറ്റൂല അല്ലേ. ഇതിലൊക്കെ KSEBക്കാരെ ഫുള്ള് മരം മുറിക്കലാണല്ലേ. ഈ ഒരു തോട്ടി ഉപയോഗിച്ചിട്ടാണല്ലേ വളരെ മുറി തോട്ടിയിട്ട് കുളത്തിയിട്ട് വലിക്കും അല്ലേ. ഇതൊക്കെ ഈ പ്ലാവൊക്കെ കണ്ടിട്ട് ഇതൊക്കെ അങ്ങനെ മുറിച്ചതാണ്. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടോ, അതാ തോട്ടി വെച്ചിട്ട് അവിടെ ഒരു അരിവാള എന്തോ കത്തിയല്ലേ, അതിട്ട് കൊക്കിട്ട് വലിച്ചു കഴിഞ്ഞാൽ അത്രയും വലിയ കൊമ്പ് വരെ പൊട്ടിച്ചാടുകയാണ്. അപ്പോൾ അതിൻ്റെ മൂർച്ചവും പിന്നെ വലിക്കുന്ന ആളുടെ ഒരു പവർ ഒക്കെ ഉണ്ടായില്. കൈമലോ പിന്നെ കയ്യിൽ തയമ്പ് വരും. അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഞങ്ങളപ്പോൾ കാളികാവ് റോട്ടിലാണ്
കരുവാരകുണ്ടിക്ക് നമുക്ക് എത്തണ്ടേ, കരുവാരകുണ്ടിക്ക് എത്തണ്ട, കേരള കൊണ്ട് അല്ലേ, കേരളയ്ക്ക് എത്തണം. കേരള എന്ന് പറയുന്ന സ്ഥലമാണ്. കേരളത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ആ കേരളത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അവിടെ ഉള്ളൊരു കുണ്ടാണ് കേരള കുണ്ട്. കാളികാവ് നമ്മൾ അന്ന് പോയ റൂട്ടല്ല കേട്ടോ, അന്ന് നമ്മളതിനല്ലേ ഇതിന് അതിൽ തിരിഞ്ഞിട്ട് വേണമെങ്കിൽ അങ്ങനെ പോരാം. പക്ഷേ നമുക്ക് ഇവിടെ നേരെ പോയാൽ മതി. നേരെ പോയാൽ പാലമുണ്ട്, ആ പാലത്തിനോട് കയറി ഇറങ്ങിയ നേരെ കരുവാരകുണ്ട് റൂട്ടിലേക്ക് കാണാം. ഇവിടെ ഒരു പുഴയുണ്ട്, ഇതാണ് ചെത്തുകടവ് പാലം. പാലം ഇവിടെ ചെത്തുണ്ടാവും. വെള്ളമില്ല, കമ്മിയാണ്, വെള്ളം കമ്മിയാണ്. ഈ റോഡിന് ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ട്, അതൊക്കെ തീർത്ത് അടിപൊളിയാക്കിയുണ്ടോ. ഇവിടെ കുറച്ച് ഭാഗം കൂടി ക്ലിയർ ആക്കാണ്ട്, സൈഡൊക്കെ ക്ലിയർ ആയിട്ടോ. പക്ഷെ അങ്ങോട്ട് നോക്കാം റോഡ്. ഓ മക്കളെ, നമ്മളെ വെബ്രൈസറിലേക്ക് കയറുവാണ്. കൊണ്ട് പെരിന്തൽമണ്ണ പിന്നെ കൊല്ലം കുറെ ആയി, ഇപ്പൊ റെഡി ആയില്ലേ, അടിപൊളിയായി. ഇനി കുറെ അങ്ങോട്ടുണ്ട് നന്നാക്കാം. ഇനി അങ്ങോട്ടുണ്ട്, നിലമ്പൂർ ഭാഗത്തേക്കുണ്ട്. ഈ മലയോര ഹൈവേ ആക്കി മാറ്റിയേക്കല്ലേ, മലയോര ഹൈവേ. ആ പോത്തല് ഭാഗത്തേക്കാ വിടുകയാണ്, മുണ്ടേരിക്ക് കോട്ടയം കണ്ട് വണ്ടി കയറാണ്ട്. അതായത് നല്ല റോഡാട്ടോ, കുത്തിക്കുളിക്കല്ലാതെ നല്ല സുഖമായിട്ട് പോവാം. വളവും തിരിവും പറയണ്ടോ, നോക്കണ്ട കണ്ടോ ബോർഡുണ്ട് കേരള. അതെ. അപ്പൊ കേരളത്തിലെത്തി നമ്മള്. കേരള സ്റ്റേറ്റ് കയ്യിലെ പോകണ്ട്. നമ്മൾ കരവാരണ്ട് റോഡല്ലേ പോകണം കുറച്ചും കൂടി. കേരള സ്റ്റേറ്റ് സ്റ്റേറ്റാണ്, സ്റ്റേറ്റ് അല്ല സ്റ്റേറ്റ്. കേരളത്തിൽ കേരളം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, എല്ലാവർക്കും മനസ്സിലായില്ലേ? ആ പന്നിയാണ്. അപ്പോ നമ്മൾ ഈ ആന, അതേപോലെ മാന്, ഇതൊക്കെ ഫോറസ്റ്റുകൾ പോകുമ്പോൾ കാണാം. എന്നതുപോലെയാണ് ഈ റോഡിൽ അവർ നാട്ടുകാർ കൊടുത്തുള്ള റോഡാണ്, അല്ലാണ്ട് ഗവൺമെന്റ് PWD കൊടുത്തുള്ള ഒരു റോഡല്ല എനിക്ക് തോന്നുന്നത്. പന്നി ക്രോസ് ചെയ്യും, ശ്രദ്ധിക്കുക എന്നാണ്. അപ്പോൾ രാത്രി കാലങ്ങളിൽ ചിലപ്പോൾ ഇതിനെ പന്നി ക്രോസ് ചെയ്തുകൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ടാവും. അല്ലേ, അതിന്റെ ഭാഗമായിട്ട് അവരെ വെച്ചത്. ബോർഡ് കൊടുത്തവിടെ അല്ലേ, ആക്സിഡന്റ് ഒരുപാട് ഏരിയകളാണ് കൊടുത്തിട്ടുണ്ട്. സ്പീഡ് 30, അതിനൊരു ടേണിങ്ങും കാര്യമൊക്കെ ആയിട്ട്. പിന്നെ ഇപ്പൊ നല്ല റോഡ് വാങ്ങിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്പീഡിൽ ആളുകൾ പോകുന്നുണ്ടാവാതെ. അപ്പൊ പിന്നെ ഒന്നുകൂടെ സെറ്റപ്പ് ആക്കും. അപ്പൊ ഒന്നുകൂടി വീശി ഓടിക്കാനൊക്കെ നമ്മൾ ഇതിലാണ് കേരള കൊണ്ടൊക്കെ തിരിയുന്നത്. നമ്മൾക്ക് വേണമെങ്കിൽ ഇവിടെ മഴ പെയ്തു അതെ മഴ വേറെ എവിടെ ഇല്ലല്ലോ, വേറെ ഇല്ല. അത് നനച്ചു പോയോ? ഇതിൽ അവിടെ പെയ്യുന്നുണ്ട്. ഒരു സൈൻ ബോർഡ് ഒന്നുമല്ലല്ലേ കേരള കൊണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിന് കരവാരണ്ട് റോഡുണ്ടാവും, അങ്ങോട്ടുണ്ടാവും. അവിടെ ഉണ്ടാകാൻ ഇവിടെ ഇല്ല. ഈ പാലൽ വെള്ളം നോക്കാം, എന്നാ ക്ലിയർ അല്ലേ, നല്ല ക്ലിയർ ഉണ്ടല്ലോ. നല്ല ക്ലിയർ. ചൂണ്ടിടുക വെറുതെ വെറുതെ ഇരിക്കുവാണല്ലേ. പുഴയിലേക്ക് ഇറങ്ങാനുള്ള യാതൊരു മാർഗമല്ലേ, ഇറങ്ങല്ല വൈകിട്ട് അവിടെ. ഓ മൈ ഗോഡ്. അല്ലേ ഈ വഴി ഇങ്ങനെ പോകും, രണ്ട് സൈഡും റബ്ബറായിരിക്കും. ഈ സൈഡ് റബ്ബറാണ്, നമ്മൾ ആ സൈഡ് റബ്ബറാണ്. ഇനി വീടുകൾ കുറച്ച് കുറവായിരിക്കും കേട്ടോ. പിന്നെ ആശുപത്രികളൊക്കെ ഉണ്ട്, അല്ലാതെ കുറവായിരിക്കും. ഈ പുഴയ്ക്ക് ചാരി തന്നെയാണ് നമ്മുടെ റോഡ് പോകുന്നുണ്ട്. പുഴക്കാട് നമ്മൾ കുളിക്കുന്നുണ്ട്, ചെറിയൊരു ചോല, ചെറിയ ചോല. ഇനി നമ്മൾക്ക് പോകാനുള്ളത് തിരിഞ്ഞോളേ. അതിനാ പോണം നമ്മള്. കേരള കൊണ്ട് വാട്ടർഫാൾസ് പോയാലല്ലേ. ചായ വെള്ളം. വെൽക്കം ടു മലപ്പുറം ടൂറിസം കേരള വാട്ടർഫാൾസ്. കേരള കൊണ്ട് വാട്ടർഫാൾസ്. കുറച്ച് ദൂരം നമുക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ, വണ്ടി ഓട്ടോറിക്ഷ ആയിട്ട്. പിന്നെ നടക്കണ്ടല്ലേ? പിന്നെ നടക്കണം, കല്ല് പോയിട്ടേക്കാണ്. പിന്നെ നല്ല ടൈറ്റ് കയറ്റാണ്, കയറി പോവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതായത് കുറച്ചൊരു കയറി പോവാം. 1 കിലോമീറ്റർ ഒക്കെ ഉണ്ടോ, 1.5 കിലോമീറ്റർ മക്കളുള്ള ദൂരം, 1 കിലോമീറ്റർ റോഡ് ഉണ്ടോ.
ചേങ്ങന്മാർ നമ്മളെ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട്. റോഡ് ഇവിടെ വരെ ഉള്ളു കോൺക്രീറ്റിങ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഇങ്ങനെയുള്ള കല്ല് പതിച്ച വഴിയാണ്. പോകുന്ന വഴിക്കുള്ള ചെറിയൊരു ചോലയാണത്. തണുപ്പുണ്ടോ വെള്ളം? തണുത്ത വെള്ളമാണല്ലേ. മുഖം കഴിച്ച് ഉഷാറായിക്കാം. ഇനി കുറച്ച് ദൂരം നടക്കാനുള്ളതാണ്. ഇനി നമ്മൾ ഇതുവഴി അങ്ങനെ നടക്കുന്നത് ഇവിടെ കമ്പിയിലേക്ക് വെച്ച് ഇവിടെ എന്താ വെച്ചാൽ ആനശല്യമൊക്കെ ഉണ്ടാവാം, അതുകൊണ്ടാവാം അങ്ങനെയൊക്കെ വെച്ചിട്ടുള്ളത്. ഇതിൽ നടക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ജീപ്പ് ബൈക്കൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് തോന്നുന്നു ഒന്നുകൂടി ഒക്കെ കയറി പോവാന്ന്. ജീപ്പാണെങ്കിൽ എന്തായാലും പോവാം. ജീപ്പ് ടോപ്പല്ലേ. അല്ലാത്ത വാഹനങ്ങളെ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ഇതുവഴി പോകുമ്പോൾ തന്നെ തേൻ്റെ കൃഷിയുണ്ട്. എന്താ കൊക്കയാണത് അല്ലേ, ഫുള്ള് കൊക്കയാണ്. അയ്യോ എത്തിയില്ലല്ലോടാ, എത്തുന്നില്ല. താഴത്തേക്കൊക്കെ പെരുങ്കുണ്ട. പിന്നെ എനിക്ക് അവിടെ നിന്ന് അങ്ങോട്ട് വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കേൾക്കണ്ടെങ്കിൽ ഗൈസ് വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. കുറേ നേരമായി നടന്നുകൊണ്ടിരിക്കുവാണ്. കുറച്ച് ദൂരം നമുക്ക് ട്രക്കിങ്ങാണ്, നടന്ന് പോകണം. അപ്പോൾ വെള്ളം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇപ്പം ഇനി മേലുണ്ടോ അറിയില്ല. വേണ്ടവർ താഴത്തു നിന്ന് തന്നെ വാങ്ങിയിട്ട് വേണം വരിക. ഞങ്ങളുടെ കയ്യിൽ വെള്ളം ഉണ്ടാവും, ഞങ്ങൾ വണ്ടി തന്നെ വെച്ചു എടുത്തില്ല. ആ ആൾക്കാരെ പോകുന്ന വഴിയാണ്ട ഇത് അതിഗംഭീരമാണ്. പിന്നെ ഈ മലയുടെ ആ സൈഡ്, അതായത് അങ്ങോട്ടേക്കുള്ള സൈഡൊക്കെ സൈലൻറ്റ് വാലിയാണ്. സൈലൻറ്റ് വാലിയിലേക്ക് ഈ വഴി പോകും. ഈ വഴി സൈലൻറ്റ് വാലിയിലേക്ക് പോകും. ഇതിനി ഇങ്ങനെ പോയിട്ട് ഒരുപാട് മേലെ, മലയ്ക്ക് മേലെ ഒരുപാട് ദൂരം പോയി കഴിഞ്ഞാൽ ഒരു 3 കൂടി ജംഗ്ഷൻ ഉണ്ട്. ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ആളുകളൊന്നും ഉണ്ടാവില്ല, കാടിനകത്താണത്. അവിടെ ഇതുപോലെ കല്ലും പതിച്ചിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. അവിടെ നിന്ന് നമ്മൾക്ക് സൈലൻറ്റ് വാലിയിലേക്കും പോവാം. അതുപോലെ തന്നെ ബംഗ്ലാവ് ഉണ്ട്. ഒരു സിസ്പാറ ഘട്ടാണ് ഘട്ട്. ആ ഒരു ഘട്ടിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ചിരുന്നൊരു ബംഗ്ലാവ് ഉണ്ട്. അവിടെ ഇപ്പോൾ നമ്മുടെ ഫോറസ്റ്റ് ഓഫീസേഴ്സിൻ്റെ ഒരു വാച്ച് ടവർ എന്തോ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എടാ കുറേ ദൂരം കയറിയപ്പോൾ കോൺക്രീറ്റ് ആ ഇടയിൽ മാത്രം ഒഴിവാക്കി. എന്തൊരു ഗായ്സ്, ആ ഇടയിൽ മാത്രം ഒഴിവാക്കി. വളരെ മോശമായി അത്. കാരണം അവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ചുകൂടി ചെയ്തിക്കണമെങ്കിൽ ഇതിലെ ഫുള്ള് കയറി പോവായിരുന്നില്ലേ, അത്ര സമയം വേസ്റ്റ് ആവില്ലല്ലോ. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് സിസ്പാറൊക്കെ ഇട്ട് അവിടെ ബംഗ്ലാവിലേക്കൊക്കെ പോവാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫോറസ്റ്റ് ഓഫീസേഴ്സ് നിൽക്കുന്ന ഒരു ചെറിയൊരു വാച്ച് ടവർ ഉണ്ട് എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. എത്രത്തോളം യാഥാർത്ഥ്യമാണെന്നൊന്നും അറിയില്ല, പക്ഷേ എങ്കിൽ അങ്ങനെ സംഭവം ഉണ്ട് എന്നുള്ളത് ചരിത്രം വരെ പറയുന്നുണ്ട്. അവിടെ ബംഗ്ലാവായിട്ടുള്ള ഒരു ചെറിയൊരു വെച്ചട്ടി. ഓക്കെ, അങ്ങോട്ട് പോവാം. അതിൻ്റെ അപ്പുറത്തേക്കാണ് തമിഴ്നാടാണ്, അതായത് മുകുർദി നാഷണൽ പാർക്കിൻ്റെ കീഴിൽ വരുന്ന സ്ഥലമാണ്. നല്ല രസമായിരിക്കും. ഈ റോഡ് അങ്ങനെ വെച്ച് പിടിച്ചാൽ മതി. ഈ കോൺക്രീറ്റും കുറച്ച് ദൂരം ഉള്ളൂ കേട്ടോ. നമ്മൾ ഏകദേശം എത്താനായിട്ടുണ്ട്. ഓഫീസ് ഇത് അവിടെയാണ്. ഇവിടെ നിന്ന് വെള്ളത്തിൻ്റെ നല്ല ശബ്ദം കേൾക്കുന്നുണ്ട്. അടിപൊളി. കുറേ ദൂരം നേരെ നടക്കൽ തുടങ്ങിയിട്ട് അല്ലേ. 4 വീലാണെങ്കിൽ പിന്നെ ഇവിടെ ഒപ്പിച്ച് പോരാട്ടോ. ജീപ്പാണെങ്കിൽ ഒപ്പിക്കൊന്നും വേണ്ട, പോരാ. പിന്നെ ഇതാ കാണുന്നതൊക്കെ വലിയ വലിയ പർവ്വത നിരകളാണ്. ഒരു പർവ്വതനിരൻ്റെ മേലെയാണ് ഞങ്ങളുള്ളത്. പക്ഷെ ഇതൊക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടീസാണ്, എല്ലാം പ്രൈവറ്റാണ്. അതൊക്കെ റബ്ബറും തോട്ടമല്ലേ. അതാ വരുന്നത് ഒരു നായ്ക്കുറുക്കം. ഞങ്ങളിതിനെ നായ്ക്കുറുക്കൻ എന്ന് പറയാം. നിങ്ങളെന്ത് പറയും? 4 വീൽ നായ്ക്കുറുക്കൻ, ബോലേറോ. നമ്മളിതിനെ നായ്ക്കുറുക്കൻ എന്ന് പറയും. വണ്ടി ആയിട്ട് തന്നെ പോരണം എന്ന് കരുതുന്ന ആളുകൾക്കാണെങ്കിൽ ഇവിടെ പാർക്കിംഗ് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ടിക്കറ്റ് കൗണ്ടർ ഒരാൾക്ക് 20 രൂപ നാളെ എഴുതിയിട്ടുണ്ട്. കേരളാംകുണ്ട് വെള്ളച്ചാട്ടം നമ്മൾ കയറി പോകാം. വെൽക്കം ടു കേരളാംകുണ്ട് വാട്ടർഫാൾസ്. വാവ്. 8 രൂപ 9 to 5 PM വരെയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. നമ്മളങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വലിയ സെറ്റപ്പൊന്നുമില്ല, ഇങ്ങനെ കല്ലും മുന്നും കാര്യങ്ങളൊക്കെയാണ് അല്ലേ. കട്ട വയ്ക്കൊക്കെ വേണ്ടിയാണ്. പിന്നെ പെരുവുറുക്കേ ഉള്ളൂ. പിന്നെ ഇപ്പം അത്ര അധികം സന്ദർശകർ വരുന്ന ഒരു സ്ഥലമൊന്നുമല്ല. ഇവിടെ താഴത്ത് ഇവരുടെ ചെറിയൊരു ഓഫീസ് പോലെ ഉള്ള സംഭവമുണ്ട്. ഇതിലെയാണ് നദി ഒഴുകി വരുന്നത്. നദിയുടെ ഉത്ഭവം ആ കാണുന്ന വലിയൊരു പർവ്വതത്തിൽ നിന്നുമാണ്. ഇതിലൊക്കെ മഴ പെയ്തിട്ടില്ലേ, വെള്ളം കുത്തി ഒലിച്ച് പോയതൊക്കെ. കല്ലൊക്കെ പൊന്തിക്കണം. കാലിലോട്ട് പോക്കി കിടന്നോ. നമ്മൾ ഇവരുടെ ഒരു ഓഫീസിലേക്ക് വന്ന് നമ്മൾ താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങണം. ഇവരിവിടെ ചെയ്തിട്ടുള്ള സംഭവമുണ്ട്. ഈ പൂമ്പാറ്റകൾ ഇത് കണ്ടു വന്നതാ അല്ലേ. ബോട്ടിലാട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. താഴേക്ക് ഇറങ്ങണം. ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വെള്ളച്ചാട്ടത്തിലേക്ക് സംഭവം ഇങ്ങനെയൊക്കെ കാണാൻ നല്ല രസമാണ്. ഗാർഡനും കാര്യം, പൂക്കളും പൂന്തോട്ടവും പൂമ്പാറ്റയും എല്ലാം ഉണ്ട്. ബുഷാണ്, ഫുള്ള് ബുഷാണ് നട്ടിട്ടുള്ളത്. ഇവിടെ ഒന്നും ആരും ഇല്ല കേട്ടോ, നമ്മൾ തന്നെ ഉള്ളൂ.
പൂക്കളും ചെടികളും പറിക്കരുത് തുടരരുത് തുക. ഇവിടെ പാലം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഒരു പാലമാണത്. ഒരു പാലത്തുമുക്കൂടെ വേണം നമുക്ക് പോവാം. അത് നമുക്ക് മേൽഭാഗം കാണാം, താഴെ ഭാഗം കാണണോ? മേൽഭാഗം കണ്ടോക്കാം. മേൽഭാഗം അങ്ങ് കാണുന്ന ആ ഒരു പർവ്വതത്തിൻ്റെ അപ്പുറത്തു നിന്നും ഉത്ഭവിച്ചു വരുന്ന ഈ ഒരു നദിയിലെ വെള്ളം ഒലിച്ച് ചാടുന്നത് കണ്ടോ? ഇപ്പോൾ വെള്ളം കുറവാണ്. നല്ല രീതിയിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടേക്ക് പ്രവേശനം ഉണ്ടാവില്ല കേട്ടോ. കാരണം അത്യാവശ്യം വെള്ളം വരും, നല്ല രീതിയിൽ വെള്ളം വരും മലയ്ക്ക് നല്ല മഴ പെയ്താൽ. ഇനി അങ്ങനെ ഈ ഒരു പാലത്തിൻ്റെ വീട്ടിൽ കൂടെ ഇങ്ങനെ പോയിട്ട് ഇതിങ്ങനെ ചാടും. ഏത് ഈ പാലോ? ഇതൊക്കെ നമ്മളിപ്പോൾ ഉണ്ടാക്കിയത് നോക്കുക. ഇതൊക്കെ ഇപ്പം ഉണ്ടാക്കിയ സംഭവമാണ്. കുറേ മുമ്പ് ഞങ്ങൾ കേരളം കൊണ്ടിട്ട് വന്നിട്ട് ഇതിൻ്റെ മേലക്കൂടെ വരാം, ഇതിലും വന്ന് കാണും. അതുപോലെ തന്നെ താഴത്ത് അവിടെ നിന്നിട്ടാണ് ആ ചെക്കന് പന്തടിച്ചാണ്ട് ഇതിൻ്റെ ഉള്ളിൽ ചാടിച്ച് റീല്. റീല് വൈറലായ. നമുക്ക് പിന്നാലെ വരുന്നവർക്കായി ഇവിടെ വൃത്തിയായി സൂക്ഷിക്കാം. അലക്ഷ്യമായി ഇവിടെ മാലിന്യം വലിച്ചെറിഞ്ഞാൽ 5000 രൂപ പിഴ. വാവ്. പിന്നെ ഇവിടെ പാടില്ലാത്ത സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇനി നമ്മളിങ്ങനെ ഒരു കോണിക്കൂടെ ഇറങ്ങി പോവാണ്. ഈ സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങി പോകുമ്പോഴാണ് ഈ വാട്ടർഫാൾസിൻ്റെ ഭംഗി കിട്ടുക. പിന്നെ ഈ പാലം കണ്ട നല്ല രസമല്ലേ കാണാം. ഇവിടെ ഇങ്ങനെ ഇറങ്ങിപ്പോവാം. ഇവിടെ അടുത്തുള്ള ആളുകൾക്കൊക്കെ ഫാമിലി ആയിട്ട് കുട്ടികളെ കൊണ്ടൊക്കെ ഒന്ന് വരാൻ പറ്റിയ സൂപ്പർ സ്ഥലമാണ്. വെള്ളത്തിൻ്റെ ശബ്ദം അതിഗംഭീരമാണ്. വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പാടില്ല. സന്ദർശകർ പുഴയിലേക്ക് ഇറങ്ങരുതെന്ന് പ്രത്യേക ബോർഡുകളുണ്ട്. അതെ. ഇതിങ്ങനെ ഇറങ്ങി താഴത്തേക്ക് പോകാൻ വേണ്ടി പറ്റും. ഒരു ലാൻഡാണ്. ഈ ലാൻഡിൽ നിന്നുകൊണ്ട് നമ്മൾക്ക് ഇവിടുന്ന് ശരിക്കും ഉള്ളൊരു വ്യൂ ആണ്. കണ്ടോ വെള്ളം ചാടുന്നത്? എല്ലാം കുണ്ടാണ് കേട്ടോ. വെള്ളാമുണ്ട് വാട്ടർഫാൾസ് ആണ്, നിസ്സാരമല്ല, അതിഗംഭീരമാണ്. ഇത് ഇവിടെ നിൽക്കുമ്പോൾ തണുപ്പുണ്ട് അല്ലേ? അതിലേയും വെള്ളം വരുന്നുണ്ടല്ലോ അല്ലേ? അതിലേയും വരുന്നുണ്ട്. പിന്നെ ഇതിലെ താഴത്തേക്ക് നേരെ അങ്ങനെ സ്റ്റെപ്പുകൾ ഉണ്ടാക്കി വെച്ചേക്കാണ്. അത് ഈ പച്ചയും മഞ്ഞയായിട്ട് ഒരു ഫോറസ്റ്റ് ലുക്ക്, ഫോറസ്റ്റിൽ കൊടുക്കുന്ന കളറായതുകൊണ്ട് നല്ല രസമാണ് കാണാൻ. പിന്നെ പ്രകൃതിയായിട്ടും ഇണങ്ങി കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ കേരളം കൊണ്ട് വാട്ടർഫാൾസ് എന്ന് പറയുന്നത്. ഇത് കുന്തിപ്പുഴ. ഈ പുഴയുടെ പേരാണ് കുന്തിപ്പുഴയാണിത്. ആ ചെക്കന റീലിൽ അവിടെ നിന്നുകൊണ്ടാണ് ആ ബോൾ അടിക്കുന്നത്. കുറച്ചുകൂടി താഴത്തെ പോയി ശരിക്കും കാണാൻ വേണ്ടി പറ്റും. ഇവിടെ വരെ വരാനേ പറ്റുള്ളൂ. ഇതാണ് ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഇവിടെയൊക്കെ നിൽക്കുമ്പോൾ നല്ല തണുപ്പാണ്. വെള്ളം ഇങ്ങനെ ചാടിയിട്ട് അതിൻ്റെ ചുറ്റൽ കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല തണുപ്പാണ്. ഇനിയിപ്പോൾ ഇവിടേക്ക് താഴത്തേക്ക് അവരെങ്ങനെ വന്നു, ഇവിടേക്ക് എങ്ങനെ വരാം? ഇവിടേക്ക് വരാൻ വേണ്ടി കഴിയും. ശരിക്കും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി പറ്റില്ല. അവരുടെ നിയന്ത്രണമുണ്ട്, നമുക്ക് ഇറങ്ങാൻ വേണ്ടി പറ്റില്ല. കണ്ടങ്ങൾ ഇവിടെ നിന്നുകൊണ്ടാണ് ആ പന്തടിക്കുന്നത്. അതിലേക്ക് പോയി അത് തുടങ്ങിയിട്ട് ഇങ്ങനെ ചാടി. ഇതാണ് ആ കുണ്ട്, കേരളം കുണ്ട്. ഇതൊരു കുണ്ടായിരുന്നു മുമ്പ്. ഇതിങ്ങനെ കാക്കുന്നതിന് മുമ്പ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഈ സെറ്റപ്പൊന്നുമില്ല. അന്ന് മേൽഭാഗത്തേക്ക് പോകണമെങ്കിൽ ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഇവിടേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് അതിലൊക്കെ പോയിട്ട് വരണം. ഇതിലെ മേലേക്ക് പോയിട്ട് ഇതിലെങ്ങനെ കയറി അവിടെ പോയി നിന്നുകൊണ്ട് നമ്മുടെ ചെക്കന്മാർ വെള്ളത്തിൽ ചാടി. അവിടെ നിന്നാണ്ട് അതുപോലെ തന്നെ ഇതിലേക്ക് പറ്റിപ്പിടിച്ചൊക്കെയാണ് മേലേക്ക് കയറിയിരുന്നത്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ റബ്ബറും തോട്ടത്തേക്ക് ഇത് അങ്ങനെ കയറിയിട്ട് അങ്ങനെ വരേണ്ടിയിരുന്നു. ഇപ്പോഴാണത് ഇങ്ങനെയൊക്കെ സെറ്റപ്പായത്. സെറ്റപ്പാട്ടെ. ഇപ്പം അങ്ങോട്ട് ഇറങ്ങാനും വേണ്ടി പറ്റില്ല. നല്ല വെള്ളമാണ്, നല്ല ചാട്ടം ചാടുവാണ്, നല്ല തെളി വെള്ളമാണ്. അതിനുണ്ടാ അടിപൊളി. നമുക്ക് കുളിക്കാനുള്ള സ്പോട്ട് നോക്കി പോയാലോ? ഞങ്ങളപ്പോൾ കുളിക്കാനുള്ള സ്പോട്ട് നോക്കിയിട്ട് താഴത്തേക്ക് ഇറങ്ങണം. താഴത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ വണ്ടിൻ്റെ അവിടെ എത്തിയിട്ട് വണ്ടി എടുത്ത് ഈ വരുന്ന വെള്ളത്തിൻ്റെ എവിടെയെങ്കിലും നമ്മൾ കുളിക്കും. പോരെ? നല്ല രസമായിരിക്കും. വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റില്ല. എപ്പോഴാണ് വെള്ളം കൂടെ അറിയാൻ പറ്റില്ല. അതാണ് വിഷയം. മലയ്ക്ക് മഴ ചെയ്താലേ. എന്നാൽ തന്നെ അവിടെ ഒരു കയറൊക്കെ കെട്ടി വെച്ചിട്ടുണ്ടോ. അതേ ആരെങ്കിലും വീണ് കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഒരു പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചാടി ചാടി അങ്ങനെ പോവാണ്. വാവ്. ഞങ്ങൾ ഇവിടെ നിന്ന് മേലക്കയറില്ല. മേലക്കയറല്ല, വണ്ടിക്ക് പോവാണ്. വണ്ടി പോയിട്ട് നമുക്ക് നേരെ ഒരു കുളിക്കാനുള്ള സ്പോട്ട് നോക്കാം. ഈ സ്റ്റെപ്പുകളൊക്കെ കയറി പോകണ്ടേ. ഇറങ്ങി. നിങ്ങളെ പേരെന്താ? ആരിപ്പോ? ഞങ്ങൾക്ക് ലിഫ്റ്റ് ഇട്ടിടും. ഇവിടെ ഈ വണ്ടി ഉള്ളൂ അല്ലേ? ഇവിടെ താഴത്തെ ഇവിടെ കുളിക്കാൻ പറ്റിയ സ്ഥലം
പാലത്തിൻ്റെ അവിടെ ആ ഇതിൽ ലോഡൊന്നും ഇല്ലല്ലേ വണ്ടിയിൽ ലോഡൊന്നും ഇല്ലല്ലോ ഏതായാലും മൂപ്പരെ കണ്ടായി അതുകൊണ്ട് കുറച്ച് ദൂരം നടക്കാതെ പോകാം കുക്കോ കല്ലിലൊക്കെ ആയിരിക്കും ഓക്കെ താങ്ക് യു ഓക്കെ മൂപ്പരങ്ങനെ പോകണം ആരായി ഇപ്പം നമ്മൾ ലിഫ്റ്റ് കിട്ടിയവരായി നമ്മളെ വണ്ടിക്ക് വരാം നമുക്ക് ഇവിടെ താഴത്തേക്ക് പോകണം എന്നിട്ട് കുളിക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ നമ്മളിങ്ങോട്ട് കയറി ചെയ്യുന്ന വഴിയിലൊക്കെയോ ആ വഴിന്ന് കുറച്ചുകൂടെ പോകണം അവിടെ വേറെ സംഭവമുണ്ട് അപ്പം നമ്മൾ വന്ന വഴി അതിലാണ് നമ്മൾ ഇതിലൊന്നും പോവാം ഇതിൽ പോയി കഴിഞ്ഞാൽ വേറെ രസമല്ലേ വെള്ളമൊക്കെ പോയൊക്കെ ആ വെള്ളമാണ് കഴിഞ്ഞു നമ്മളിപ്പോൾ കേരള കൊണ്ട് നല്ല വെള്ളം ആ വെള്ളമാണ് അത് നമ്മൾ എത്ര പെട്ടെന്ന് ചോദിച്ചല്ലേ വീണ്ടും കയറുക വെള്ളത്തിൽ കൂടെ കയറി അതെ ഹോട്ടൽ പുഴയോരം ആ ഹോട്ടലൊക്കെ ഉണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് കണ്ടാ നമ്മളീ ചോല ചാടിയിട്ട് വേണം പോവാ ചോല ചാടിയിട്ട് വേണം പോവാ ചോലയിൽ പോകണ്ട നല്ല രസം അവിടെ വണ്ടിയൊക്കെ കഴുകി വെച്ചേക്കണ് ഇവിടെ ചെറിയ തൂക്കുപാലം കേട്ടോ വെള്ളം കയറുമ്പേ തൂക്കുപാലം ഉണ്ടെങ്കിൽ നടക്കാനേ അതെങ്ങോട്ടുണ്ട് പക്ഷേ അവിടെ നിർത്താൻ പറ്റില്ല അപ്പുറത്ത് അതേ മലക്കുമായത് വെള്ളം കൂടി അങ്ങോട്ട് പോകാൻ നടക്കില്ല അത് ശരിയാ ഇത് വെള്ളം കൂടില്ലേ പെട്ടെന്ന് അല്ലേ മഴ പെയ്താലേ ആ അവിടെ കറുത്തിക്കണി പേടിച്ചാൽ മതില്ലേ ഓ മുപ്പരൊക്കെ കുളിയും കഴിഞ്ഞ് പോവാട്ടോ പേടിക്കണം കേട്ടോ കോട്ടയുണ്ട് കോട്ടയ വണ്ടി ഇത് ഇലക്ട്രിക് അല്ലേ അങ്ങനെ വണ്ടി ഒന്ന് കൈകലുമായി നിങ്ങൾ ഇഞ്ചിൻ്റെ ഉള്ളിൽ കയറി വെള്ളം ആ വെള്ളം കൂടി കഴിഞ്ഞാൽ അക്കരക്ക് പോകാനുള്ളൊരു മാർഗമാണത് ഒരു തൂക്കുപാലം എന്ന് പറയുന്നത് കഴുങ്ങ് കൊണ്ട് ഉണ്ടാക്കി ഇത്രയൊക്കെ വെള്ളം ഉണ്ടല്ലോ നല്ല വെള്ളം ഉണ്ടല്ലേ തന്നെ സൈലൻസറിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം കയറിയ പണിയാവും ഇതാ വരുന്ന ചോലയാണ് ചോല 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 അവിടെ ചാടിയിട്ട് ഇങ്ങനെ വെള്ളം വരും എന്നിട്ട് ഇതിലെങ്ങനെ ഒഴിച്ച് പോവുകയാണ് ചെയ്യുന്നത് ഒന്ന് അതിലങ്ങനെ വരുന്നുണ്ട് അതാണ് മദാരിക്കുണ്ട് സൈഡോണില് ഇത്ര സുന്ദരമായൊരു നാടാണ് ഞങ്ങളുടെ നാട് എന്ന് പറയുന്നത് നല്ല രസമാണ് കാണാൻ ഏനുണ്ട് എന്താണ് അമ്മ ഈർപ്പുണ്ടല്ലോ ഓ ഒന്നുമില്ലല്ലേ മീൻ ചാടുന്ന സംഭവമൊന്നുമില്ലല്ലേ ഇവിടെ താഴത്തേക്ക് ഇറങ്ങാം ഗൈസ് പൊന്നളി അവിടെ ഇറങ്ങി നോക്ക് എമ്മ ചാട്ട വെള്ളം ചാടുന്നത് എടാ ഭയങ്കര ഓ ഓ തളച്ച് പൊന്തിയാണ് വെള്ളം പോകുന്നത് തളച്ച് പൊന്തി പോണ വെള്ളമാണ് അതൊക്കെ വീഴല്ലേട്ടാ ശ്രദ്ധിക്കേ ആയ് നല്ല അടിപൊളി അടിപൊളി മുഖം കഴിക്കാൻ അങ്ങനെ തന്നെ കഴിക്കാണല്ലേ വെള്ളം കുടിക്കാൻ ഞാൻ പണിയാവും കുടിക്കണ്ട നേരെ പോവാ കുളിക്കുക കേട്ടോ അപ്പം ഞങ്ങളിവിടുന്ന് പോവാണ് സുന്ദരമായ കാഴ്ച നാട് കുടിക്കാം വാ ആദ്യം കുളിക്കണം കാരണം തണുത്ത വെള്ളമാണ് കുളിച്ചാൽ നല്ല ഉന്മേഷം കിട്ടും ഉന്മേഷപൂരിതമായിട്ട് പോവാം നമ്മൾക്ക് ഓക്കെ വാടാ മകനെ ഗൈസ് നമ്മൾ കുളിക്കാനുള്ളൊരു സ്പോട്ട് കിട്ടിയിട്ടുണ്ട് ഇവിടെ എവിടെയൊക്കെ വല്ലേ ചെറുതായിട്ടൊന്ന് കുളിച്ചാൽ മതി ഇതൊക്കെ പുഴയിൽ വരുന്ന കല്ലുകളാണ് ഗൈസ് മനസ്സിലാക്കണം ഇതൊക്കെ അവിടുന്ന് മേലെ നല്ല വെള്ളം കയറുമ്പോൾ ഉരുൾപൊട്ടി വരുന്ന കല്ലുകളാണ് ഓ ഫുള്ള് കല്ലുകളാണ് ഇവിടെ എവിടെയൊക്കെ നിന്നിട്ട് ഒന്ന് മുങ്ങി കുളിക്കാനൊന്നും കഴിയില്ല അതിൻ്റെ വെള്ളമില്ല എന്നുള്ളതാണ് ഇവിടെയൊക്കെ ഒന്നിങ്ങനെ വല്ല ജസ്റ്റ് ഒന്ന് ഇറങ്ങി കുളിച്ചിട്ട്
അവിടെ കയറാം നമുക്ക്. നല്ല രസമായിരിക്കും. ഒരുപാട് ആയുള്ളവർക്ക് പോകുമ്പോൾ ആയൊന്നും ഇല്ല ഇവിടെ, അങ്ങനെ പരന്നൊലിക്കല്ലേ. വേണ്ട ഞാനൊന്ന് ഇറങ്ങട്ടെ കേട്ടോ, കുറെ നേരെ അന്തരീക്ഷം കണ്ടോ? കണ്ടേ കാണുന്നുണ്ട് അതിന്റെ മുകളിൽ നിന്നപ്പോഴേ വരുന്നത്. ആ ഒരു മലമുക്ക് നോക്കിയിട്ട് ആ മലയിൽ വരുന്ന ഈ ഒരു ചോരയില് ഇങ്ങനെ ഓ മൈ ഗോഡ്, ആ മലയുടെ മുകളിൽ നിന്നും വരുന്ന ഈ ഒരു അരുവിയിൽ ആരാണ് എന്താണ് ഇതൊക്കെ കല്ലാങ്കേരി കല്ലുമ്മ കയറിക്കണ മാതിരി. ഓ മൈ ഗോഡ്, കുക്കിരിക്കുന്ന സ്പോട്ടാണ്ടോ, നടുക്കാണ് കേട്ടോ, പുഴയുടെ നടുക്കാണ്. അങ്ങനെ ഒഴുകി പോകുന്നു പോയാ. എന്നാ വേഗം കുളിച്ച് കയറല്ലേ, നോക്കി വാട്ടോ, കുളിച്ച് കയറി. അങ്ങനെ ഞങ്ങളെ കുളി കഴിഞ്ഞിട്ടാ. ഓക്കെ, എന്താ ഒരു സുഖം. പിന്നെ അങ്ങോട്ട് ചോറ് തിന്നൊരു ഭാഗത്ത് കടന്നാടല്ലോ കേട്ടോ. പിന്നെ സുഖം. ഇവിടെ മഴ വരുന്നുണ്ടല്ലടാ, അതിലൊക്കെ ഇരുണ്ട് അല്ലേ. ഓ മലയ്ക്ക് നല്ല മഴക്കാറ് കയറിയിട്ടുണ്ട്. തെറിക്കില്ലെന്നാ. ഞങ്ങളെന്ന് അങ്ങനെ വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയിലാണ്. എന്നാൽ പിന്നെ ഈ ഒരു വീഡിയോ ഞങ്ങളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.